ഞാൻ നീലിമ. ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ട് വന്നിരിക്കുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ ചതച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതേപോലെ തന്നെ 4 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതേപോലെ ചതച്ചെടുക്കണം. അപ്പോൾ ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഇപ്പോൾ സവോളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും 1/2 കപ്പ് ഗ്രേറ്റഡ് ബീറ്റ്റൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടും. അതാണ് ഞാനിവിടെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ല. കുരുമുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും നല്ലത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. 2 വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ അല്ലെങ്കിൽ അരിപ്പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കുക. മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കണം. ബ്രെഡ് ക്രംസും ഇതേപോലെ റെഡിയാക്കി വെക്കുക. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൊട്ടാറ്റോ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് 2 കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യം വേണ്ട ഷേപ്പിൽ ഇതാക്കിയെടുക്കുക. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മൈദയുടെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. മൈദയുടെ പകരം നമുക്ക് മുട്ട ചേർത്താലും മതി. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കോട്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വയ്ക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി തയ്യാറാക്കിയെടുക്കാം. ഇവിടെ 8 കട്ട്ലറ്റ്സ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഉൾഭാഗം ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ പുറം മാത്രം ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്